അവിടെ മധുരയിൽ വച്ച് ഭഗവാന് കിട്ടിയ പ്രിയ സുഹൃത്താണ് ബൃഹസ്പതിയുടെ ശിഷ്യനും ഭഗവാന്റെ ഉത്തമ ഭക്തനും ആയിട്ടുള്ള ഉദ്ധവര്. ഭഗവാൻ തൻ്റെ മന്ത്രിയായിട്ട് ഉദ്ധവരെയാണ് തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് എല്ലാ യോഗ്യതകളുമുണ്ട്. എന്തായാലും ഉദ്ധവർക്ക് ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരായ ഗോപിമാരുടെ താപവും ഒന്ന് എളപ്പെടുത്താം. ഇത് കണക്കാക്കി ഭഗവാൻ ഒരു ദിവസം ഏകാന്തത്തിൽ ഉദ്ധവരെ വിളിച്ച് ഉദ്ധവരോടെ ആ കയ്യങ്ങനെ ചേർത്ത് പിടിച്ചു. ഉദ്ധവ, എനിക്കൊരു കാര്യം പറയാം. ഉദ്ധവര് ഒന്ന് വൃന്ദാവനം വരെ പോകണം. 2 തവണ ഭഗവാൻ ഉദ്ധവരോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പോലെ ഇവിടെയാണ്. ഒന്ന് വൃന്ദാവനത്തിലേക്ക്, പിന്നൊന്ന് ബദരിക്ക്. അതിലാദ്യത്തെ ഗച്ഛോദ്ധവ വ്രജം സൗമ്യ, വ്രജത്തിലേക്ക് ഒന്ന് പോകണം ഉദ്ധവ. അവിടെ എൻ്റെ അച്ഛനമ്മമാർ അവിടെയുണ്ട്. ഇവിടെ ഉള്ളവർ മാത്രമല്ല, അവരും എൻ്റെ അച്ഛനും അമ്മയാണേ. ഞാനൊട്ടും അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സങ്കടമാവും. അതുകൊണ്ട് അവിടെയുള്ള അച്ഛനമ്മമാരെ ചെന്ന് കണ്ട് ഉദ്ധവരെ അവരെ ഒന്ന് നമസ്കരിച്ചോളൂ. അവരുടെ പ്രീതി ഉദ്ധവനും കിട്ടിക്കോട്ടെ. നൗ പിത്രോഹോ പ്രീതിം ആവഹ എന്ന് ആ ഉദ്ധവരെ ഒരു കാര്യം ഇനി ഒന്നും കൂടിയുണ്ട്. ഗോപീനാം മദ്വിയോഗാധിം മത്സന്ദേശൈ വിമോചയ. ഗോപികൾക്ക് എൻ്റെ വിയോഗം കൊണ്ട് വന്നിട്ടുള്ള ആധിയെ എൻ്റെ സന്ദേശം കൊണ്ട് മോചിപ്പിക്കണം. ഉദ്ധവർക്ക് അവരെ അത്ര അറിയുണ്ടാവില്ല. ഈ ഞാനൊരു സന്ദേശം തന്നു വിടുക, അത് അവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് കൊണ്ട കൊടുക്കുക എന്ന് നിരീച്ചാൽ പോരാട്ടോ ഉദ്ധവ. അവരാരാന്ന് ഞാൻ ഉദ്ധവർക്ക് പറഞ്ഞു തരാം. മന്മനസ്കാ, എൻ്റെ മനസ്സ് മുഴുവനും അവരാണ്. അവരുടെ മനസ്സ് മുഴുവനും ഞാനും. അവരുടെ പ്രാണങ്ങളെപ്പോലും എനിക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറാണ്. അവരവരുടെ ദേഹസംബന്ധിയായിരിക്കുന്ന സകല വിഷയങ്ങളും എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചവരാണ്. എന്നെ മാത്രം അവരുടെ ഇഷ്ടനായിട്ട് കാണുന്നവരാണ്. മനസ്സുകൊണ്ട് എന്നിൽ എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. ലോകധർമ്മങ്ങളെല്ലാം വിട്ടവരാണ്. എന്നാൽ പിന്നെന്തിനാ ഇതൊന്നുമില്ലാണ്ട് അവരിവിടെ ജീവിക്കണത്? അതോ ആയാസ്യേ എന്ന് ഞാൻ പറഞ്ഞ ആ വാക്ക് അത് കേട്ടിട്ട് ഞങ്ങൾ കാത്തിരുന്നില്ലെങ്കിൽ കൃഷ്ണന് വിഷമാവില്ലേ? അങ്ങനെ കൃഷ്ണന് വിഷമാവാൻ പാടില്ല. ഞങ്ങൾക്കിപ്പോൾ വിഷമം തന്നെയാണ്. കൃഷ്ണൻ ഇവിടുന്ന് അങ്ങോട്ട് പോയത് കൊണ്ട് ഉണ്ടായിട്ടുള്ള വ്യസനം കൊണ്ട് അഗ്നിയിലേക്ക് എടുത്ത് ചാടുകയാണ് ഞങ്ങൾ വേണ്ടത് എന്നുണ്ടെങ്കിലും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ആയാസ്യേ ഞാൻ വരാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രം മദർത്ഥേ തൻവിഭർമ്യഹം, എനിക്ക് വേണ്ടി ജീവിക്കുന്ന അവരെ ഞാൻ അങ്ങനെ ഇരിക്കട്ടെ എന്ന് കണക്കാക്കി സംരക്ഷിച്ചു വരികയാണ്. വളരെ ദൂരത്തിരിക്കുന്ന എന്നെക്കുറിച്ച് ഓർത്ത് അവരേറെ ദുഃഖിക്കുന്നുണ്ട്. അവരുടെ ശരീരങ്ങളെ വളരെ മെനക്കെട്ടിട്ടാണ് സൂക്ഷിക്കുന്നത്. അവർക്ക് ഒട്ടും അത് വേണമെന്ന് ആഗ്രഹമില്ല. ഞെരുങ്ങിയിട്ടാണ് അവരവരുടെ ശരീരത്തെ കൊണ്ടു നടക്കുന്നത്. ഇന്ന് എന്നെ മാത്രം വിചാരിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് ഈ പ്രത്യാഗമന സന്ദേശം, എൻ്റെ പ്രത്യാഗമമാകുന്ന രൂപത്തോടു കൂടിയ സന്ദേശം, അതുകൊണ്ട് അവരുടെ ആ ദുഃഖത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചാൽ ഇത്യുക്ത ഉദ്ധവോ രാജൻ സന്ദേശം ഭർത്തുരാദൃത ആദായ രഥമാരുഹ്യ പ്രയയൗ നന്ദഗോകുലം. വളരെ
ബഹുമാന പുരസ്സരം ഭഗവാൻ തന്നതായ ആ സന്ദേശം അത് സ്വീകരിച്ച് അദ്ദേഹം നന്ദഗേഹത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ അതികേമമായിട്ടുള്ള മധുരയിൽ നിന്നുള്ള രഥം എത്തിച്ചേർന്നതോടു കൂടിയിട്ട് നന്ദവ്രജത്തില് ശ്രീമത്തായിരിക്കുന്ന ആ സൂര്യൻ താഴ്ന്നു പോകുന്നതായ ഏതാണ്ട് ആ ഒരു സമയത്ത് അവിടെ എത്തിച്ചേർന്നപ്പോൾ ആകെ പൊടി പടലങ്ങളാണ്. കാരണം പശുക്കളൊക്കെ കാട്ടിൽ നിന്ന് അവരുടെ അന്നന്നത്തെ തീറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്വന്തം ഭവനങ്ങളിലേക്ക് വരിക. അപ്പൊ അതിൻ്റെ ആ ഖുരരേണുഭി, ആ കുളമ്പടിയിൽ നിന്ന് വരുന്നതായിട്ടുള്ള പൊടിയുണ്ട്. എന്നാലും സന്ധ്യാകാലമായപ്പോഴേക്കും അവരൊക്കെ പരിഭ്രമിച്ച എല്ലാ പശുക്കളെയും അവരുടെ കുട്ടികളെയും ഒക്കെ അവരവരുടെ ഭവനങ്ങളിലേക്ക് ആക്കണ തിരക്കിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാർഗം വിലംഘിച്ചും കൊണ്ട് ഓടിച്ചാടി നടക്കുന്ന കുട്ടികളും പശുക്കുട്ടികളും അവരുടെ ശബ്ദവും വേണുരവങ്ങളും ഒക്കെ നിറഞ്ഞതായിട്ടുള്ള ആകെ തിരക്ക് പിടിച്ചതായിട്ടുള്ള ആ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഓരോരോ ഭവനങ്ങളുടെ മുമ്പിലൂടെ രഥം കടന്നു പോകുമ്പോഴും അവിടെ നിന്ന് ഉച്ചൈസ്തരം രാമകൃഷ്ണ ദാമോദര എന്നിങ്ങനെയുള്ള നാമധേയം കേൾക്കാനുണ്ട്. ഗായന്തീഭിശ്ച കർമാണി ശുഭാനി ബലകൃഷ്ണയോഃ സ്വലംകൃതാഭി ഗോപീഭി ഗോപൈശ്ച സുവിരാജിതം. ഗോപസ്ത്രീകളൊക്കെ നല്ല വസ്ത്രവും ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടായിരിക്കുന്നത്. കാരണം എപ്പോഴാണ് അവൻ വരിക എന്നറിയില്ല. ഞങ്ങളിവിടെ അങ്ങനെ അവനെ കാണാത്ത വിഷമത്തിലായിരിക്കണത് എന്ന് അവന് തോന്നരുതല്ലോ. അവൻ വരണ സമയത്ത് എപ്പോഴാ ഒരു രഥം മധുരയിൽ നിന്ന് വരിക എന്നറിയില്ല. അതുകൊണ്ട് ആ വരവ് കാത്ത് സ്വലംകൃതാഭിഹി നല്ല വസ്ത്രാഭരണങ്ങളൊക്കെ ധരിച്ചിട്ട് തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. അവരെ പുറമേക്ക് കണ്ടാൽ ഉദ്ധവന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഉദ്ധവ അവിടെ പോകുമ്പോൾ അവര് ഒരു കൂട്ടൊക്കെ വേഷമൊക്കെ കെട്ടിയിരിക്കണമെന്നൊന്നും കണ്ടിട്ടത് ഏതാ ഈ പെണ്ണുങ്ങളാന്ന് വിചാരിച്ചിരിക്കണ്ട കേട്ടോ. അവര് ധാരയന്തി അതികൃച്ഛ്രേണ പ്രായ പ്രാണാൻ കഥഞ്ചന. അവർക്ക് ആ മാലകൾ അണിയുമ്പോൾ അത് മുള്ളുമാല പോലെയാ തോന്നണത്. അവർക്ക് അവരുടെ വസ്ത്രവും അവരുടെ ശിരസിലണിയുന്ന മുല്ലപ്പൂക്കളും എന്തിന് മേൽപോട്ടും കീഴ്പൊട്ടും പോയിക്കൊണ്ടിരിക്കുന്ന പ്രാണൻ പോലും കനലിട്ട് പഴുപ്പിച്ചതായിട്ടുള്ള ഒരു ശൂലം അങ്ങനെ കുത്തി ഇറക്കി പുറത്തേക്ക് എടുക്കുന്നത് പോലെയാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അവരുടെ ഈ വേഷം കെട്ടൊന്നും കണ്ടിട്ട് ഉദ്ധവര് ഇവര് സാധാരണക്കാരാണെന്ന് ധരിച്ചു പോരുതേ എന്നുദ്ദേശിച്ചിട്ടാണ് ഭഗവാൻ ആദ്യമേ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുള്ളത്. അവരവരുടെ ധർമ്മങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ധൂപദീപങ്ങളൊക്കെ ജ്വലിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിക്കിലും പുഷ്പിച്ചിരിക്കുന്ന വനങ്ങളിൽ ധാരാളം പക്ഷികളും ഒക്കെ കാണാനുണ്ട്. അവയുടെ ശബ്ദങ്ങൾ കേൾക്കാനുണ്ട്. കളഹംസങ്ങളുടെ ഗാനാലാപം കേൾക്കാനുണ്ട്. ഇത്രയൊക്കെ അടങ്ങിയതായിട്ടുള്ള ആ വൃന്ദാവനത്തിൽ ഉദ്ധവരെത്തിച്ചേർന്നപ്പോൾ തമാഗതം സമാഗമ്യ കൃഷ്ണസ്യാനുചരം പ്രിയം നന്ദ പ്രീത പരിഷ്പദ്യ വാസുദേവധിയാർച്ചയൽ. കൃഷ്ണൻ വന്നതുപോലെയല്ല, കൃഷ്ണൻ വന്നതുപോലെ പോരാ. വാസുദേവധിയ എൻ്റെ ഉണ്ണിയല്ല, പിന്നെയോ വസുദേവരുടെ ഉണ്ണി വന്നാൽ എന്നതുപോലെ ആ ഉദ്ധവരെ സ്വീകരിച്ചു. ശ്രേഷ്ഠമായിട്ടുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി നല്ല കട്ടിൽ വിരിച്ച് ഉദ്ധവർക്ക് ഇരിക്കാനും കിടക്കാനുമുള്ള സൗകര്യമൊരുക്കി. വിശ്രമിക്കുന്ന സമയത്ത് ആ ഉദ്ധവരുടെ അടുത്ത് ചെന്ന് നിന്ന് നന്ദഗോപര് ചോദിച്ചു, ശൂരസുതനായ അവിടുന്ന് സുഖല്ലേ? അദ്ദേഹം ഇവിടുന്ന് പോയിട്ടും വിഷമൊന്നുമില്ലാണ്ട് ഇരിക്കണുണ്ടല്ലോ അല്ലേ? ഞങ്ങളെയൊക്കെ കാണാണ്ടേ അദ്ദേഹം എങ്ങനെയാണ് അവിടെ ഇരിക്കണത് എന്ന് ഞങ്ങൾക്കറിയില്ല. ആ കംസൻ കൊല്ലപ്പെട്ടത് കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവും അല്ലേ?
അല്ല, അയാളുടെ പാപം കൊണ്ട് മരിച്ചു, അത്രയേ ഉള്ളൂ. സാധുക്കൾക്ക് ദ്രോഹം വരുത്തിയിട്ട് ജീവിച്ചാൽ ആരായാലും മരിച്ചു പോവുകയുള്ളൂ. കൃഷ്ണൻ ഞങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓർക്കാറുണ്ടോ? അവൻ്റെ അമ്മയോ അവൻ്റെ കൂട്ടുകാരികളെയോ ഗോപന്മാരെയോ ഈ വൃന്ദാവനത്തെയോ ഇവിടെയുള്ള പശുക്കളെയോ ഗോവർദ്ധനത്തെയൊക്കെ കുറിച്ച് എപ്പോഴെങ്കിലും പറയാറുണ്ടോ? ഇവിടേക്ക് വരുന്നോറ്റെ പറഞ്ഞു. അല്ല, ഒന്ന് വരികച്ചാൽ തരിഹി ലക്ഷ്യാമ തദ്വക്ത്രം, അവൻ്റെ മുഖം ഒന്ന് കാണാലോ ഞങ്ങൾക്ക്. എന്തൊക്കെ അപകടങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ രക്ഷിച്ചതാണ്. കാട്ടുതീയിൽ നിന്നും പെരുമഴയിൽ നിന്നും ഭീകരൻ പാമ്പിൽ നിന്നും ഒക്കെ ഞങ്ങളെ രക്ഷിച്ചത് അവനാണ്. അവൻ്റെ ഓരോരോ വീര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും അവൻ്റെ പുരികങ്ങളും അവൻ ചാർത്തുന്ന ഗോപിക്കുറിയും അവൻ്റെ മന്ദഹാസവും, എന്തൊക്കെ കളികളാണ് ഈ മിറ്റത്ത് അവൻ കളിച്ചിട്ടുള്ളത്. എന്തോ മനസ്സവിടേക്ക് പോവുകയാണ്. രാമനും കൃഷ്ണനും ഒക്കെ ഈശ്വരന്മാരാന്നാ കേൾക്കണത്. ദേവന്മാരൊക്കെ പറഞ്ഞിട്ടാണ് വന്നതെന്ന് അന്ന് ഗർഗാചാര്യ പറഞ്ഞു. എനിക്കത്ര മനസ്സിലായില്ല. പിന്നെയാണ് ആ ആനയെ കൊന്നു കൃഷ്ണൻ. എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ആ കംസനെ തല്ലിയങ്ങോട്ട് കൊന്നത്. അല്ല, ഞങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. ഇവിടെയുള്ള എത്ര ലീലകളിൽ വളരെ ദുഷ്ടന്മാരെ അവൻ കൊന്നിട്ടുണ്ട്. പ്രലംബൻ, ധേനുകൻ, അരിഷ്ടൻ, ബകാസുരൻ, അവരൊക്കെ ദേവാസുരന്മാരുടെ യുദ്ധത്തിൽ കേമന്മാരായി ജനിച്ച ആൾക്കാരാ. അവരെയാണ് ഞങ്ങളുടെ കൃഷ്ണൻ കൊന്നത്. അറിയോ? ഇങ്ങനെ ഓരോന്നും ഓർത്ത് ആ നന്ദഗോപര് കൃഷ്ണനിൽ മഗ്നമായ ബുദ്ധിയോടുകൂടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ആ സാധുയി അമ്മയ്ക്ക് മിണ്ടാൻ പറ്റില്ല. കൃഷ്ണന്റെ ഗുണവീര്യങ്ങളെക്കുറിച്ച് നന്ദഗോപര് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അമ്മ ഒന്നും മിണ്ടാതെ കണ്ണും തുടച്ചും കൊണ്ട് ഒഴുകുന്ന സ്ഥലങ്ങളോടുകൂടി അവിടെ ഇരുന്നു. ഈ അച്ഛനമ്മമാരുടെ കൃഷ്ണനോടുള്ള അനുരാഗം കണ്ടപ്പോൾ ഉദ്ധവരാലോചിച്ചു, പരമപുരുഷനായിട്ടുള്ള ആളാണ് കൃഷ്ണൻ. ഇന്ന് ഇവർക്ക് അറിയുണ്ടാവില്ല. ഇവർ വിചാരിച്ചത് കൃഷ്ണനൊരു ഉണ്ണി, വലിയ കേമത്വങ്ങളൊക്കെ ഉള്ള ആളാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും ഭാഗ്യം ചെയ്തവരെ അല്ലേ നന്ദഗോപരെ, അമ്മേ യശോദേ, നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും ശ്ലാഘിക്കപ്പെടേണ്ടവരാണ്. കാരണം ജഗദ്ഗുരുവായ നാരായണനിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ബുദ്ധി ഉണ്ടായില്ലേ? അദ്ദേഹം ആരാന്നറിയോ? ഈ വിശ്വത്തിൻ്റെ മുഴുവനും ആധാര ബീജമാണ്. പ്രകൃതിക്ക് പരനായ പുരുഷനാണ്. യാതൊരാളെക്കുറിച്ച് പ്രാണൻ പോകുന്ന സമയത്ത് ഒന്ന് ഓർക്കാൻ സാധിക്കണമെന്ന് യോഗികൾ വിചാരിക്കണോ? അങ്ങനെയുള്ള പരബ്രഹ്മമാണ് കൃഷ്ണൻ. ആ കൃഷ്ണനിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രേമം ചെയ്യാൻ സാധിച്ചില്ലേ? നിങ്ങൾക്ക് ഇനി എന്ത് സുഹൃത ഇവിടെ ചെയ്യാൻ ബാക്കിയുള്ളത്? ഈ ലോകത്ത് നിങ്ങളെപ്പോലെ സുഹൃതം ചെയ്തവരായിട്ട് കിം വാവശിഷ്ടം യുവയോ സുഹൃത്യം, നിങ്ങൾക്കിനി ചെയ്യാൻ ഈ ജന്മത്തിലൊരു സുഹൃതവും ബാക്കിയില്ല. വിഷമിക്കണ്ട. ആഗമിഷ്യത്യദീർഘേണ കാലേന വ്രജമച്യുത, ഭഗവാൻ ഇവർക്ക് വരും, നിങ്ങൾക്ക് പ്രിയം ചെയ്യും. ഇങ്ങനെ ഭഗവാൻ സുഖമായിരിക്കുന്നു, വിഷമമൊന്നുമില്ലാണ്ടിരിക്കുന്നുണ്ട് എന്നവരെ അറിയിച്ചു. ഇതൊക്കെ കേട്ട് നന്ദഗോപരും യശോദയും അവരുടെ ഹൃദയത്തിൽ ഭഗവത് സ്മരണയുടെ ഭാരവും പേറി അന്ന് രാത്രി വെളിച്ചാക്കി. ഓരോന്ന് പറഞ്ഞുകൊണ്ട് നന്ദഗോപരും ഉദ്ധവരും കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു.
ഗോപികൾ പ്രാതഃകാലമായപ്പോഴേക്കും എഴുന്നേറ്റ് വിളക്കുകളൊക്കെ കൊളുത്തി മിറ്റൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നു. അവർ പശുക്കുട്ടികളെയൊക്കെ അഴിച്ചു കെട്ടുന്നു. അവരുടെ നടക്കുന്ന സമയത്തുള്ള ആ ആഭരണങ്ങളുടെ ശബ്ദം കൊണ്ടൊക്കെ വൃന്ദാവനം കുറേശ്ശെയായി മുഖരിതമായി തുടങ്ങി. പ്രഭാതം മുതൽക്കേ അവർ തുടങ്ങിയിട്ടുണ്ട്. ഉദ്ഗായതീനാം അരവിന്ദലോ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവർ കൃഷ്ണ, രാമ, ഗോവിന്ദ എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് അതിയൊക്കെ നടക്കുന്നത്. അവരുടെ ആ ഉറക്കുള്ള രാമകൃഷ്ണ നാമങ്ങൾ കൊണ്ട് അങ്ങ് ആകാശം വരെയും അങ്ങനെ മുഴങ്ങണു ആ ശബ്ദം. സുരലോകത്തുള്ള ആൾക്കാരും കൂടിയും ശുദ്ധാവണമല്ലോ, അതിൽ ഞങ്ങൾ നാമം ജപിച്ചിട്ട് വേണം എന്നാണ് അവർക്ക് തോന്നുന്നുണ്ടാവും. തൈര് കടയുമ്പോഴും ഒക്കെ സർവ്വദിക്കുകളിലുമുള്ള അമംഗളങ്ങൾ അവരുടെ നാമം ജപം കൊണ്ട് അവർ തീർക്കുകയാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും നന്ദഭവനത്തിൻ്റെ മുൻപിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആ രഥം അതങ്ങനെ കണ്ടു. അക്രൂര് പിന്നെയും വന്നു. കംസൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടാവുമായിരിക്കും. അല്ല, ഞങ്ങൾ ഈ ഒന്നുമല്ലാത്ത ഈ പെണ്ണുങ്ങളെ കൊണ്ട് എന്താ അയാൾക്ക് ഇനി ഉപകാരം? ഒരു പക്ഷേ കംസൻ്റെ പ്രേതത്തിന് മുക്തി കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ ഞങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ പിടിച്ച് ബലി കൊടുത്താൽ അയാൾക്ക് മുക്തി കിട്ടുന്നുണ്ടാവുമായിരിക്കും. അതിന് ഞങ്ങൾ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോകാൻ വന്നതാവും. അങ്ങനെ വെട്ടിക്കൊല്ലാനല്ലാണ്ട് ഇനി ഞങ്ങളെ കൊണ്ട് ഒരു ഉപകാരവും ഈ ലോകർക്കാർക്കില്ല. അപ്പോഴാണ് ഗോപിമാര് ഉദ്ധവരെ കണ്ടത്. അവർക്കാദ്യം ഇത് കൃഷ്ണൻ തന്നെയാണ് എന്ന് തോന്നിയ ഒരു വേള പരിഭ്രമിച്ച് ഓടി വന്നപ്പോഴാണ് അല്ല, കൃഷ്ണൻ്റെ അനുചരനാണ്. ഭഗവാന്റെ തന്നെ രൂപം, ഭഗവാനെ പോലെ നടപ്പും ഇരിപ്പും എല്ലാം. അവര് വളരെ ബഹുമാനത്തോടുകൂടി കൈകൂപ്പി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് പറഞ്ഞു, അങ്ങ് യദുപതിയായ കൃഷ്ണന്റെ കൂട്ടുകാരനാണ് എന്ന് ഞങ്ങൾക്കറിയാം. എന്തെങ്കിലും കാര്യം സാധിക്കാൻ അവൻ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചതാവും അല്ലേ? അല്ലാണ്ട് അവൻ ഈ വൃന്ദാവനത്തിൽ ഓർക്കാൻ എന്താ ഉള്ളത്? ആരെയും സ്നേഹിക്കരുത്. ഈ സ്നേഹിച്ചാൽ അതുകൊണ്ട് ദുഃഖം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇനി ആർക്കും അതുപോലെ പറ്റരുത്. അവന് ഞങ്ങളോടുള്ള സ്നേഹം ഏതുപോലെ ആയിരുന്നു ഞങ്ങൾ തിരിച്ചറിയാൻ വൈകി. അല്ലെങ്കിലും വേശ്യകളെ ഭുരിക്കൽ കഴിഞ്ഞാൽ പിന്നെ വിടന്മാർക്ക് അവിടെ എന്താ കാര്യം? കാട് മുഴുവൻ കത്തിപ്പോയാൽ പിന്നെ മൃഗങ്ങൾക്ക് കാട്ടിലിരിക്കണ്ട. പഴം മുഴുവൻ കൊത്തി തിന്നൽ കഴിഞ്ഞാൽ ഒരു വൃക്ഷങ്ങളിലും ഒരു പക്ഷികളും താമസിക്കാറില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ഭവനത്തുനിന്ന് ശിഷ്യരൊക്കെ പോകും. യജ്ഞം കഴിഞ്ഞാൽ ദക്ഷിണ വാങ്ങി ഋത്വിക്കുകളൊക്കെ അവിടുന്ന് പോകും. അതുപോലെ ഞങ്ങളിൽ നിന്ന് അവന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയപ്പോൾ അവൻ ഞങ്ങളെ വിട്ടുപോയി. ഒരു നാണമില്ലാതെ അവർ ഭഗവാനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ആ കൂട്ടത്തിലേക്ക് ഒരു ഭ്രമരം പാറിയെത്തി. ആ ഭ്രമരം അവിടെ ഇരിക്കുന്ന
ഏകാന്തത്തിലിരിക്കുന്ന ഒരു ഗോപിയുടെ അടുത്തേക്ക് ആ ഭ്രമരം പാറിയെത്തി. ആ ഗോപിയുടെ കാലിൽ ഒന്ന് വന്ന് പിടിക്കാനായിട്ട് ആ ഭ്രമരം പുറപ്പെട്ടപ്പോഴേക്കും ആ ഗോപി അങ്ങോട്ട് ഭ്രമരത്തോട് ചുണ്ടെടുത്തു. മധുപാ കിതവ ബന്ധോ മാസ്പൃശാഘ്രിം സപത്ന്യാ കുചവിലുളിതമാലാ കുങ്കുമശ്മശ്രുഭിർന്ന വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം യദു സദസി വിഡംബ്യം യസ്യ ദൂതസ്ത്വം ഈദിക്. എടോ വണ്ടേ, നീ എൻ്റെ കാല് പിടിക്കാൻ വരണ്ട. നിന്റെ ഈ കാലുകളിൽ വ്രജത്തിലുള്ള ആ പെണ്ണുങ്ങളുടെ മാറത്തടിഞ്ഞ മാലയുടെ പൂമ്പൊടി പറ്റിയിട്ടുണ്ട്. നീ ആ കാലുകൊണ്ട് എന്നെ തൊടണ്ട. നീ അവിടെയുള്ള പെണ്ണുങ്ങളോട് അവന്റെ മാഹാത്മ്യം പറഞ്ഞോ, എന്നോട് പറയാൻ വരണ്ട. നിനക്ക് അവിടെ പോയിട്ട് പാട്ട് പാടിയാൽ അവർ വല്ലതൊക്കെ തന്ന് അനുഗ്രഹിക്കുകയായിരിക്കും. പക്ഷേ അവനെക്കുറിച്ച് ഇവിടെ വന്ന് പാട്ട് പാടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നിന്ന് ഒന്നും കിട്ടാനില്ല, നിനക്ക് ഞങ്ങളുടെ നിന്നൊന്നും കിട്ടാനില്ല. നിന്റെ സ്വഭാവവും നിന്റെ സ്വാമിയുടെ സ്വഭാവവും ഒന്നുതന്നെയാണ്. നീ ഒരു പൂവിൽ നിന്ന് തേനെടുക്കൽ കഴിഞ്ഞാൽ അടുത്ത പൂവിലേക്ക് പോവാന്നല്ലാണ്ട് പിന്നെ ആ തേനെടുത്ത പൂവായിട്ട് നടക്കെന്താ ബന്ധം? അതുപോലെ തന്നെ നിന്റെ സ്വാമി ജനങ്ങൾക്കൊക്കെ ഒരാളോട് വന്നു വിടുന്നതായിട്ടുള്ള ഉദാത്തമായ കളങ്കമില്ലാത്ത സ്നേഹം ഉപേക്ഷിക്കാൻ എന്തൊരു പ്രയാസമാണ്. നിനക്ക് ഒരു ശങ്കയില്ലല്ലോ ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ. പാവം നിന്റെ സ്വാമിയുടെ കാര്യം ആലോചിക്കണ സമയത്ത് ഞങ്ങൾക്ക് ദുഃഖം തോന്നണത് അവന്റെ പാദവും കഴുകിക്കൊണ്ട് അവനെ വിശ്വസിച്ചിരിക്കണ ആ പാവം ലക്ഷ്മിയെ കുറിച്ചിട്ട് ഓർത്തിട്ടാണ്. ഞങ്ങളെപ്പോലെ അവളും അവന്റെ വായലനാവ് കേട്ട് വീണു പോയിട്ടുണ്ടാവും. നീ വല്ലാണ്ട് എന്തിനാ ഇവിടെ കിടന്ന് മൂളണത്? നിന്റെ ആ സ്വാമിയുടെ പുരാണൊന്നും നീ ഇവിടെ വന്ന് വിളമ്പണ്ട. നീ ഈ പറയണ ഈ വാക്കുകളും നിന്റെ പാട്ടുമൊക്കെ അവിടെ പോയിട്ട് അവിടെയുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞു. അത് അവർക്ക് നല്ല ഇഷ്ടാവും. ഞങ്ങൾക്കതൊന്നും കേൾക്കണ്ട. അവന്റെ മഹിമകളെക്കുറിച്ച് നീ പറഞ്ഞു തന്നിട്ടൊന്നും വേണ്ട ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. അതൊക്കെ എല്ലാ ദിക്കിലും പ്രശസ്തമാണല്ലോ. അവനെക്കുറിച്ച് ആരൊക്കെ അറിയാത്തത്? ഈ ലോകത്തിലും അന്യലോകങ്ങളിലും ഒക്കെ അവരെക്കുറിച്ച് ധാരാളം ആളുകൾ പാടി പുകഴ്ത്തി നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവനിനി ഞങ്ങളൊന്നും വേണ്ട. അവിടെയൊക്കെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട്, സുരസ്ത്രീകൾ. അവരൊക്കെ അവന്റെ കാൽക്കൽ ഇങ്ങോട്ട് വന്ന് ആശ്രയിക്കുക. അവന്റെ കപടമായിട്ടുള്ള ചിരിയും അവന്റെ നോട്ടവും അവന്റെ വാക്കുകളും കേട്ട് എന്നാ പിന്നെ നിങ്ങളൊക്കെ അവനെക്കുറിച്ച് ഓർത്ത് വിടങ്ങനെ ഇരിക്കണോ എന്ന് തനിക്ക് സംശയം ഉണ്ടാവും. ഗണയതി ഗുണഗ്രാമം ഭ്രാമം ഭ്രമാരപി നേഹത്തെ വഹതി ച പരിതോഷം ദോഷം വിമുഞ്ചതി ദൂരത യുവതിഷു വലതൃഷ്ണേ കൃഷ്ണേ വിഹാരിണി മാം വിനാ പുനരതി മനോ വാമം കാമം കരോതി കരോതി. എന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇരുത്തിയിട്ട് മറ്റേതൊക്കെയോ പെണ്ണുങ്ങളുടെ പിന്നാലെ അവൻ ചിരിച്ചും കളിച്ചും നടക്കുന്ന സമയത്തും എനിക്കിതൊന്നും ഒട്ടും പിടിക്കാണ്ടിരിക്കുമ്പോഴേക്കും എന്തിനോ എൻ്റെ മനസ്സ് അവൻ്റെ ഗുണഗണങ്ങളെ വീണ്ടും വീണ്ടും ഓർക്കുന്നു. എൻ്റെ മനസ്സ് വീണ്ടും അവനെക്കുറിച്ച് പാടുന്നു. അവൻ്റെ നന്മയെക്കുറിച്ച് എന്നെ വീണ്ടും വീണ്ടും ബോധിപ്പിക്കുന്നു. എനിക്ക് അവനെ തിരിഞ്ഞു നോക്കാണ്ടിരിക്കണം എന്നുണ്ട്. പക്ഷേ അവൻ്റെ നല്ല വാർത്തകളെ മാത്രം
എൻ്റെ മനസ്സ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നീ ആ കാല് തൊടണ്ട. ഞാൻ ഒരു തവണ പറഞ്ഞു, നന്റെ ഈ കാല് പിടിക്കല നീ നന്റെ സ്വാമി തന്നെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടാണോ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കണത്? അവനോ അനുനയ വിദുഷനാണ്. നീയും അതൊക്കെ പഠിച്ചിട്ടായിരിക്കും ഇവിടേക്ക് വന്നിരിക്കണത് അല്ലേ? എത്ര തവണ ഈ വൃന്ദാവനത്തിലെ കാടുകളിൽ ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ പ്രിയപ്പെട്ടവളെ നന്റെ ആ കാലൊന്നെടുത്ത് എൻ്റെ ശിരസിൽ വെക്ക്, നീയില്ലാണ്ട് ഞാൻ എന്തിനാ ജീവിക്കണത്? കിം വദിഷ്യതി. ഞാൻ എന്തിനാ വെറുതെ ഓരോന്ന് പറയണത്? ഞാൻ എന്തിനാ ചിരിക്കണത്? ഞാൻ എന്തിനാ അങ്ങനെ ഇരിക്കണത്? കിം ധനേന ജനേന കിം മമ ജീവിതേന ഗൃഹേണ ഹരിഹരി ഹതാദരതയാ സാഗത കുപിതേവ. അയ്യോ, അവൾ എന്നോട് ദേഷ്യപ്പെട്ടു പോയില്ലോ. നീയില്ലാണ്ട് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണത്? എൻ്റെ പ്രിയപ്പെട്ടവളെ, എൻ്റെ പ്രേയസി, എൻ്റെ പ്രിയമ്മതേ, നീ എവിടേക്കും പോവരുത്. നിന്റെ പാദങ്ങൾ ഒന്ന് എൻ്റെ ശിരസിൽ വെക്കാൻ, ഞാൻ നിന്റെ കാല് പിടിക്കാം എന്ന് അനുനയ വിദുഷ. നന്നെ പോലെ തന്നെയായിരുന്നു അവനും. ആ നാടകമൊന്നും ഇനി ഇവിടെ നടക്കാനായിട്ട് പോണില്ല. ഞങ്ങൾക്കിപ്പോൾ ഈ നിറം കാണുന്നത് തന്നെ ഇഷ്ടമല്ല. ഒരാവശ്യമില്ലാണ്ട് നന്റെ സ്വാമി ഇതേ കറുത്ത വേഷം കെട്ടിച്ചെന്ന് ആ കാട്ടില് അവനവന്റെ കാര്യം നോക്കി കഴിഞ്ഞുകൂടിയിരുന്ന ബാലിയെ ഒരാവശ്യമില്ലാണ്ട് ഒളിയമ്പ ചെയ്ത് കൊന്നില്ലേ? പോട്ടെ, അതൊരു കൊരങ്ങനാണ് എന്ന് വെക്കാം. മനുഷ്യ വേഷം കെട്ടിച്ചെന്നിട്ട് ഇതേ വേഷത്തില് ആ എല്ലാം സമർപ്പിച്ച ബലിയെ പോലും നന്റെ സ്വാമി പറ്റിച്ചില്ലേ? തദല മസിത സഖ്യൈഹി. മതിയായി ഞങ്ങൾക്ക്. ഇനി ഞങ്ങൾക്ക് ഈ കറുത്ത നിറം തന്നെ കാണുക. വെറുത്തുപോയി ഞങ്ങൾക്ക്. അവൻ്റെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഞങ്ങൾക്ക് ഞങ്ങളോട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാണ്ടേ ഇരിക്കണം. ഭർത്താവാരാ, കുട്ടികളാരാ, അച്ഛനാരാ, അമ്മയാരാ ഒന്നും അറിയാണ്ടേ ഇരിക്കണം. ഞങ്ങൾക്ക് ഈ ഗൃഹവും കുടുംബവും ഒന്നും വേണ്ടേ? ഞങ്ങൾ മാത്രമല്ല, ഈ വൃന്ദാവനത്തിൽ കാണുന്ന ഓരോരുത്തരും, ഈ പാടണ പക്ഷികളും ഈ ഓടി നടക്കണ പശുക്കളും ഒക്കെ ഞങ്ങളെ പോലെയാണ്. ഞങ്ങൾ എന്തിനാ ഇവിടെ ജീവിക്കണത് എന്ന് ഞങ്ങൾക്ക് അറിയണില്ല. വേറെന്തെങ്കിലും പറയാണ്ടോ നമുക്ക് അവനെ കുറിച്ചല്ലാണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞങ്ങൾക്കറിയാം അങ്ങ് ഇവിടെ വന്നാൽ അങ്ങനെ സ്വീകരിക്കണം, മര്യാദകളൊക്കെ ചെയ്യണം, ഇതൊക്കെ അറിയാം. പക്ഷെ ഞങ്ങൾക്ക് പറ്റണില്ല. ഞങ്ങളൊരു സാധാരണക്കാർ ജീവിക്കുന്നത് പോലെ ഇവിടെ ജീവിക്കാൻ സാധിക്കാത്തവരായി തീർന്നിരിക്കുന്നു. എവിടേക്കാ ഞങ്ങളുടെ ഈ പോക്ക്? ഞങ്ങൾക്ക് ഒന്നും മറക്കാൻ സാധിക്കണില്ലല്ലോ. അവരെ ഒന്നും ഓർമ്മ വയ്ക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ലല്ലോ. എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ടോ? ഏകാന്തത്തിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഇവിടേക്ക് വരുന്നോ? അങ്ങനെ എന്തെങ്കിലും? ഞങ്ങൾക്ക് അവൻ്റെ ആ ചന്ദനച്ചാറ് ചാലിച്ചതായിട്ടുള്ള ആ കൈകൾ ഒന്ന് ആലിംഗനം ചെയ്യാൻ, അവൻ്റെ കാൽക്കലൊന്ന് വീണ് നമസ്കരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നിങ്ങനെ ചോദിച്ച് തന്നോട് പറയാനുള്ളതൊക്കെ ആ കരിവണ്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആരാധികയുടെ ദിവ്യമായിരിക്കുന്ന വാക്കുകൾ കേട്ട് അസഹ്യമായ എന്തോ ഒരു ഭാവം ഉദ്ധവർക്കുണ്ടായിത്തീർന്നു. ഗോപിമാരെ, നിങ്ങളെപ്പോലെ ഇത്രയും പൂർണ്ണതയെ പ്രാപിച്ചവരാരാ ഈ വിശ്വത്തിലുള്ളത്? നിങ്ങളുടെയൊക്കെ മനസ്സ് എവിടെ പോയി? നിങ്ങളുടെ മനസ്സ് ആ കൃഷ്ണന് കൊടുത്തുവല്ലേ? ദാനം കൊണ്ടും വ്രതം കൊണ്ടും ഹോമം കൊണ്ടും ഒക്കെ ഈ മനസ്സിനെ ഒന്ന് ആ കൃഷ്ണന് കൊടുക്കാൻ വേണ്ടി എത്ര ആളുകൾ ശ്രമിക്കുന്നു. അവർക്ക് ആ ഭക്തി സാധിക്കണില്ലല്ലോ. നിങ്ങൾക്ക് മുനികൾക്ക് പോലും ദുർലഭമായിട്ടുള്ള ആ ഭക്തി വളരെ സ്വാഭാവികമായിട്ടുണ്ടായിരിക്കുന്നു. നിങ്ങൾ മക്കളെയും നിങ്ങളുടെ ഭർത്താക്കന്മാരെയും നിങ്ങളെ തന്നെയും ഉപേക്ഷിച്ച് കൃഷ്ണൻ എന്ന് വിളിക്കുന്ന ആ പരമപുരുഷനെ പ്രാപിച്ചിരിക്കണമല്ലേ?
നിങ്ങൾക്ക് ഒരു വിരഹം ഭഗവാൻ ഉണ്ടാക്കിയത് എനിക്ക് വലിയ അനുഗ്രഹമായിത്തീർന്നു. ഞാൻ ഇവിടെ വന്നത് ഭഗവാന്റെ സന്ദേശം നിങ്ങളെ കേൾപ്പിക്കാനാ, അത് കേട്ടോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് എഴുതി കൊടുത്തതായിട്ടുള്ള വാചകങ്ങൾ ഉദ്ധവർ വായിച്ചു. ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത്. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എവിടേക്കും പോയിട്ടില്ല. ഞാൻ നിങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ലോകത്ത് ജീവിക്കണ സമയത്ത് പല വ്യവഹാരങ്ങളും കൊണ്ട് പലതാണ് എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നത് കൊണ്ട് കാറ്റത്ത് കരിയിലകൾ കൂടിച്ചേർന്ന് പറന്നകലണത് പോലെയും ഒഴുകി വരുന്ന മണൽത്തരികൾ വന്നു ചേർന്ന് പിരിയണത് പോലെയും നമുക്കൊക്കെ കൂടിയും പിരിഞ്ഞും ഇവിടെ ഇരിക്കേണ്ടതായിട്ട് വരും. നിത്യനും അദ്വയനും വിശുദ്ധനുമായിരിക്കുന്ന ആത്മസ്വരൂപനായിട്ട് ഞാൻ നിങ്ങളുടെ ഒക്കെ കൂടെ ഉണ്ട് എന്നവരെ ഭഗവാൻ ബോധിപ്പിച്ചു. അതൊക്കെ അവർ കേട്ടു. പക്ഷേ അവരുടെ ഉള്ളിൽ ഭഗവാനെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ പിന്നെയും തകട്ടി വരാൻ അതൊരു കാരണമായി എന്നല്ലാണ്ട് ഭഗവാന്റെ സന്ദേശം കൊണ്ട് അവരുടെ ഹൃത്താപം തരിമ്പ് കാണില്ല. ഭാഗ്യം കൊണ്ട് ആ കൃഷ്ണന് കംസനെ വധിക്കാൻ സാധിച്ചു. ഇപ്പോൾ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ? അവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ ഇപ്പം അവൻ്റെ കണ്ണും പിരികൊളക്കൽ കണ്ടിട്ട് ഞങ്ങളുടെ പോലെ ഓരോന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. അവരെ അവനും സന്തോഷിപ്പിക്കുന്നുണ്ടാവും അല്ലേ? എപ്പോഴെങ്കിലും ഞങ്ങളെക്കുറിച്ച് അങ്ങയോട് പറയാറുണ്ടോ? കിം നിശാസ്മരതി യാസു തദാ പ്രിയാഭി വൃന്ദാവനേ കുമുദകുന്ദ ശശങ്കരമ്യേരേമേ ക്വണചരണനൂപുരരാസഗോഷ്ഠ്യാം അസ്മാഭി ഈഡിതമനോജ്ഞകഥ കഥാചി. ആ രാത്രികളെക്കുറിച്ച് ഞങ്ങളുടെ കൂടെ അവൻ്റെ പാദസരങ്ങൾക്ക് ഇരിക്കുകയും കൊണ്ട് ഈ വൃന്ദാവനത്തിലെ കാടുകളിൽ ഈ യമുനയുടെ തീരത്ത് പിരിഞ്ഞു നിൽക്കുന്ന മുല്ലപ്പൂക്കളുടെ ചെടികളുടെ ഇടയിലൂടെ നിലാവത്ത് ചിരിച്ചും കളിച്ചും നടന്നതായ ആ രാത്രികളെക്കുറിച്ച് എപ്പോഴെങ്കിലും അവൻ പറയാറുണ്ടോ? ഇപ്പം അവൻ്റെ ദുഷ്ടന്മാരെ കൊല്ലലും തിരക്കുമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി അവന് ഇവിടേക്ക് ഒന്ന് വരണ്ടാവില്ലേ? ആവട്ടെ, എന്നെങ്കിലും അവനും നല്ല നിലയ്ക്കൊക്കെ ആയി വലിയ ആളായി വിവാഹമൊക്കെ കഴിച്ച് നിങ്ങളെ കാണാൻ ഒരിക്കലും വരിയിരിക്കും. അല്ല, അവനെന്തിനാ ഇവിടേക്ക് വരുന്നത്? അല്ലേ, ഞങ്ങൾ ഈ കാട്ടുവാസികൾ ഞങ്ങളെ കണ്ടിട്ടിപ്പോൾ മഹാത്മാവായിട്ടുള്ള ലക്ഷ്മീപതിയായിരിക്കുന്ന സർവകാമങ്ങളെയും സാധിച്ചു കഴിഞ്ഞിട്ടുള്ള ആ കൃഷ്ണന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ? വേശ്യാസ്ത്രീയാണെങ്കിലും തിങ്കള പറഞ്ഞത് ശരിയാ. ആഗ്രഹങ്ങൾ നമ്മല്ല. അതിപ്പോൾ കൃഷ്ണനെ കിട്ടണം എന്നുള്ള ആഗ്രഹമായാലും അതെ, ഇതൊന്നും നമ്മല്ല. ഞങ്ങളിത് പഠിച്ചില്ല. പക്ഷെ എന്ത് ചെയ്യാം? അവനെക്കുറിച്ച് കേട്ടവർക്ക് അവനെക്കുറിച്ച് കേൾക്കണ്ട എന്ന് പറയാൻ പറ്റണില്ല. അവനിഷ്ടങ്ങളൊന്നുമില്ല ആ ലക്ഷ്മി ഭഗവതി ഇങ്ങനെ മാറത്തിരിക്കണമെന്ന്. അവനിഷ്ടമില്ലാച്ചാലും അവൾ അവൻ്റെ മാറത്തുനിന്ന് വിട്ടുപോകണില്ലല്ലോ. ഈ ഗോവർദ്ധന പർവ്വതവും ഒഴുകുന്ന യമുനയും ഇവിടെ വിരിഞ്ഞു നിൽക്കുന്ന ഈ പൂക്കളും പൊട്ടിക്കിടക്കണ പാത്രങ്ങളും കിണറും കുളവും വസ്ത്രങ്ങളും മണ്ണും പിണ്ണും ഒക്കെ സ്മാരയന്തി അവനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് കാണുമ്പോഴും ഞങ്ങൾക്ക് അവനെ ഓർക്കാൻ പറ്റുള്ളൂ. കൃഷ്ണ,
നീ ഞങ്ങളെ ഈ ദുഃഖസാഗരത്തിൽ നിന്ന് ഒന്ന് പിടിച്ചയറ്റ, നീ അതിനുള്ളൊരു കൃപയെങ്കിലും ഞങ്ങളോട് കാണിക്ക, ഞങ്ങളൊന്ന് ജീവിക്കാൻ വിടാൻ നീ എന്നിങ്ങനെ പറഞ്ഞ് കേഴുന്ന ആ ഗോപിമാരെ കണ്ടപ്പോ ഉദ്ധവർക്ക് എന്താ അവരോട് പറയേണ്ടത് എന്നറിയില്ല. ക്രമേണ അവരിതാ ഉദ്ധവനെ പൂജിച്ച് അതിയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെയാണ് കൃഷ്ണൻ പൂതനെ കൊന്നിട്ടത്, ഇവിടെയാണ് ശകടാസുരൻ പൊടിപൊടിയായത്, ഇവിടെയാണ് തൃണാവർത്തൻ്റെ കഥ കഴിഞ്ഞത്. ഈ കാളിന്തിയിൽ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ കൃഷ്ണൻ കാളിയൻ്റെ ശിരസ്സിൽ നൃത്തം വെച്ചത്. ഗോവർദ്ധന പർവ്വതം കാണണ്ടേ ഉദ്ധവർക്ക്? വരൂ, ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഈ ഗോവർദ്ധനത്തിനെയാണ് പൂജിക്കുന്നത് എന്ന് വിചാരിച്ച് അവന് ഞങ്ങൾ ഉണ്ടാക്കിയ ലഡ്ഡുവും ജിലേബിയും ഒക്കെ കൊടുത്ത സ്ഥലമുണ്ട്, അത് ഉദ്ധവർക്ക് കാണിച്ചു തരാം, വരൂ എന്ന് പറഞ്ഞ് അവിടെ കാണിച്ചു കൊടുത്തു. ഇവരൊന്നും നമസ്കരിക്കാതെ വയ്യല്ലോ, ഞാൻ എന്താ ഇവരോട് ഇതിന് മറുപടിയായിട്ട് ചെയ്യുക? എത്ര മുനിമാര് കാത്തിരിക്കുന്നു നിങ്ങളെപ്പോലെ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ സ്മരിക്കണം, ഇതുപോലെ കൃഷ്ണനെന്ന് സ്മരിക്കാൻ. നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? വനചാരിണികൾ, വ്യഭിചാരം ചെയ്യുന്ന ദുഷ്ടകൾ. ഈ വൃന്ദാവനവാസികൾ നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല, അവർ വെറും വ്യഭിചാരിണികളാണ്. പക്ഷേ നിങ്ങളെവിടെ? പരമാത്മാവായിരിക്കുന്ന ഭഗവാനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെയും സ്മരിക്കാൻ സാധിക്കാത്ത നിങ്ങളുടെ മഹിമ എവിടെ? ഒരു ലക്ഷ്മീദേവിയും നിങ്ങളുടെ അടുത്തെത്തില്ല, ഒരു സുരസ്ത്രീകളും നിങ്ങളുടെ അടുത്തെത്തില്ല. രാസോത്സവത്തിൽ നിങ്ങളെ മാറോട് ചേർത്ത് നിങ്ങളുടെ ശിരസിൽ ചുംബിച്ച് നിങ്ങളുടെ ശിരസിൽ കൈവച്ച് നിങ്ങൾ ധരിച്ചോടത്തുനിന്ന് അഴിച്ചു വെച്ചതായിട്ടുള്ള വസ്ത്രങ്ങളെ ഇരിപ്പിടമാക്കി നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ ഒപ്പം കൂട്ടി ഭഗവാൻ ചെയ്തതായിട്ടുള്ള ആ അനുഗ്രഹത്തിനോളം മറ്റാർക്കും ഭഗവാൻ അനുഗ്രഹം കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെയുള്ള അല്ലേ ഗോപിമാരെ, നിങ്ങളുടെ ചരണരേണുക്കൾ എൻ്റെ ശിരസിൽ ഞാനൊന്ന് ധരിച്ചോട്ടെ. ഈ വൃന്ദാവനത്തിൽ അതിനു വേണ്ടിയിട്ട് ഒരു വള്ളിയായിട്ടോ പുല്ലായിട്ടോ കല്ലായിട്ടോ എനിക്കൊരു ജന്മം കിട്ടിയിരുന്നെങ്കിൽ ഞാനും എല്ലാം വിട്ട ഭഗവാന്റെ, മുകുന്ദനായ ഭഗവാന്റെ ആ പാദങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന, വേദങ്ങൾ പോലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ പാദങ്ങളെ മുറുക്കി പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ പാദസ്പർശത്തിന് എനിക്കൊരു ഭാഗ്യം കിട്ടുമല്ലോ. യാതൊരു ഭഗവത് ചരണാരവിന്ദങ്ങളാണോ അല്ലേ ഗോപിമാരെ, നിങ്ങളുടെ സ്ഥലങ്ങളിൽ വെച്ച് ഭഗവാൻ എൻ്റെ പ്രിയമാരെ, ചാരുശീലകളെ എന്ന് പറഞ്ഞ് ചാടുവചനങ്ങളെ കൊണ്ട് നിങ്ങളെ വിട്ടുപോകാൻ മടിച്ചുകൊണ്ട് നിങ്ങളെ കളിപ്പിച്ചും ചിരിപ്പിച്ചും യാതൊരു ഭഗവാനാണോ നിങ്ങളുടെ കൂടെ വർത്തിച്ചത്? അങ്ങനെയുള്ള ഭാഗ്യം ചെയ്ത അല്ലേ ഗോപനാരിമാരെ, നിങ്ങളുടെ പാദരേണുക്കൊക്കെ ഒരു കോടി നമസ്കാരം. വന്ദേ നന്ദൗരജസ്ത്രീണാം പാദരേണു അഭീക്ഷ്ണസ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. ത്രിലോകങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഗോപീചരണാരവിന്ദങ്ങളിലെ പൊടികൾക്ക് നമസ്കാരം എന്ന് ആ ഉദ്ധവര് അവരൊക്കെ നമസ്കരിച്ചു. ധാരാളം സമ്മാനങ്ങൾ ഉദ്ധവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. കുടുംബ നന്ദഗോപര് പറഞ്ഞു, ഞങ്ങളൊരൂട്ടം പറഞ്ഞു എന്ന് വിചാരിച്ച് കൃഷ്ണനെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾ ചെയ്യണ എല്ലാ കർമ്മങ്ങളും കൃഷ്ണന് സമർപ്പിക്കാൻ സാധിക്കണം എന്നൊരൊറ്റ മോഹമുള്ളൂ. ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ പ്രവൃത്തികളും ഒക്കെ കൃഷ്ണൻ്റെ കാത്തിരിക്കണം, വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ആ നന്ദഗോപരുടെ അടുത്ത് നിന്ന് ഉദ്ധവരിത ഭഗവാന്റെ അടുത്തേക്ക് പോയി വസുദേവരോട്
ബലരാമസ്വാമിയോടും ഉഗ്രസേന രാജാവിനോടും ഒക്കെ സന്തോഷത്തോടു കൂടി അവർക്കൊക്കെ ആയിട്ട് കൊടുത്തയച്ച ഉപായനങ്ങൾ ഒക്കെ എത്തിച്ച് ഭഗവാനോട് ആ ഗോപിമാരുടെ ഭക്തി ഉദ്രേകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഉദ്ധവരിക പിന്നീട്